നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി മധുസൂദൻ മിസ്ത്രി കേരളത്തിൽ എത്തിയിരിക്കുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനാണ് അദ്ദേഹം. ഇനിയിപ്പോൾ UDFിൽ കാര്യങ്ങളെല്ലാം സ്പീഡിലായിരിക്കും മുന്നേറുക. കോൺഗ്രസിന്റെ മുഖ്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരളീയനാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതലയുമായി മറ്റൊരു ജനറൽ സെക്രട്ടറി കേരളത്തിലെത്തി. ഇനിയിപ്പോൾ UDFിലെ ചർച്ചകളൊക്കെ വേഗത്തിലാകും. UDF ചർച്ചകളിൽ വടക്കൻ കേരളത്തിൽ നിന്ന് വെടക്കായ ഒരു കാറ്റാണ് വീശുന്നത്. മിക്കവാറും എല്ലാ കക്ഷികളും ഇവിടെ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത്. മുസ്ലിം ലീഗ് 30 സീറ്റുകളാണ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ മത്സരിച്ച് ജയിച്ച KK രമയുടെ RMP 3 സീറ്റുകളാണ് ആവശ്യപ്പെടുന്നത്. ശ്രേയാംശു കുമാറിന്റെ RJDയും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നു. എത്ര സീറ്റുകളെന്ന് അവർ പുറത്തുവിട്ടിട്ടില്ല. ഏതൊക്കെ സീറ്റാണ് അവർ ഉന്നമിടുന്നതെന്നും അറിയില്ല. ഇതിലെല്ലാം ഉപരി ശ്രദ്ധേയമാകുന്നത് PV അൻവറിന്റെ ആവശ്യങ്ങളും പ്രഖ്യാപനങ്ങളുമാണ്. സമാധാന ഭേദദണ്ഡങ്ങളൊന്നും പ്രയോജനം ചെയ്യാതെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് UDFിലെത്തിയ അൻവർ ഇപ്പോൾ തന്റെ രീതികളാകെ മാറ്റിയിരിക്കുന്നു. 140 സീറ്റിൽ ഏത് സീറ്റ് UDF നൽകിയാലും അവിടെ മത്സരിക്കുമെന്നാണ് മുൻപ് അൻവർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഭാവം മാറിയിരിക്കുന്നു. തന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന് UDFിലെ മറ്റു പല കക്ഷികളെക്കാളും കൂടുതൽ ശക്തിയുണ്ടെന്നും അതുകൊണ്ട് തനിക്ക് 3 സീറ്റുകൾ വേണമെന്നുമാണ് അൻവറിന്റെ അവകാശവാദം. പൂഞ്ഞാർ, തൃക്കരിപ്പൂർ, ബേപ്പൂർ എന്നീ 3 ഊരുകളാണ് അൻവർ ആവശ്യപ്പെടുന്നത്. പൂഞ്ഞാറിന്റെ സംസ്ഥാന കോർഡിനേറ്ററായ സജി മഞ്ഞക്കടമ്പിനെയും തൃക്കരിപ്പൂരിൽ മറ്റൊരു നേതാവായ നിസാർ മേത്തറെയും മത്സരിപ്പിക്കാനാണ് അൻവറിന്റെ ആഗ്രഹം. നിസാർ മേത്തർ കേരളീയ രാഷ്ട്രത്തിന് അത്ര സുപരിചിതനല്ലെങ്കിലും മണക്കടമ്പൻ ശ്രദ്ധേയനാണ്. പരേതനായ KM മാണി ജീവിച്ചിരുന്നപ്പോൾ കേരള കോൺഗ്രസിന്റെ യുവജന വിഭാഗം യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റായിരുന്നു മഞ്ഞക്കടമ്പൻ. മണിസാറിന്റെ മരണശേഷം ജോസ് കെ മാണിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ജോസഫ് ഗ്രൂപ്പിൽ പോവുകയും അവിടെ ജില്ലാ പ്രസിഡന്റ് ആവുകയും ചെയ്തു. അവിടെ ചെന്ന ശേഷം കടുത്തുരുത്തി MLA മോൻസ് ജോസഫുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച് BJPയുമായി ചേർന്നു. അൻവർ മൂവ്മെന്റ് കേരളത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അൻവറിന്റെ കൂടെ ചേർന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി. ഇങ്ങനെ ഒരു ദേശാടനക്കിളിയായി പറന്നെത്തിയ സജി മഞ്ഞക്കടമ്പിന് വേണ്ടിയാണ് അൻവർ പൂഞ്ഞാർ സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. CPMന്റെ ഒരു പ്രാദേശിക നേതാവായിരുന്ന നിസാർ മേത്തർ 2 വർഷത്തിന് മേലായി CPMുമായി അകന്നു നിന്ന് നിസാർ ജനപിന്തുണയുള്ള ഒരു നേതാവാണെന്നാണ് പറയപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ നമുക്കത് വിലയിരുത്താനാകൂ. നിസാർ മേത്തർക്ക് വേണ്ടിയാണ് അൻവർ ഈ സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബേപ്പൂർ സീറ്റ് അൻവറിന് വേണ്ടി തന്നെയാണ് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിക്കും മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെ ഒറ്റയാനുദ്ധം പ്രഖ്യാപിച്ച് CPMൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ വേണ്ടി വന്നാൽ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന് അൻവർ പ്രഖ്യാപിച്ചിരുന്നു. മരുമോനസത്തെ തകർക്കുന്നതിന് വേണ്ടിയാണെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. അന്നൊരു പൊളിറ്റിക്കൽ പ്രൊമോഷന് വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ UDF പ്രവേശനം ലഭിക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിൽ LDFന് വെറും 1500 വോട്ടിന്റെ ലീഡ് മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ അൻവർ ബേപ്പൂർ സീറ്റ് ഉറപ്പിച്ച മട്ടാണ്. ബേപ്പൂർ നിങ്ങൾ എനിക്ക് തരണം, ഇല്ലെങ്കിൽ ഞാനിങ്ങെടുക്കുക എന്ന് അൻവർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബേപ്പൂർ അല്ലെങ്കിൽ തനിക്ക് മത്സരിക്കാൻ മറ്റൊരു മണ്ഡലം വേണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. ബേപ്പൂരെ കോൺഗ്രസുകാർക്കും ഇത് സന്തോഷമാണെന്നാണ് അറിവ്. അൻവർ UDFിൽ എത്തിയപ്പോഴേ ബേപ്പൂരേക്ക് സ്വാഗതമെന്ന ഫ്ലെക്സുകളും അവർ നിരത്തിയിരുന്നു. UDF ഈ സീറ്റ് അൻവറിന് നൽകിയേക്കും. പക്ഷേ 2 സീറ്റുകളുടെ കാര്യത്തിലോ? അത് നൽകിയില്ലെങ്കിൽ അൻവറിന്റെ നിലപാട് എന്തായിരിക്കും? ബേപ്പൂർ സീറ്റിൽ അൻവർ തോറ്റാൽ എന്തായിരിക്കും ആവശ്യപ്പെടുക? ഇക്കാര്യങ്ങളിലൊക്കെ UDF എന്ത് നിലപാട് സ്വീകരിക്കും? അൻവർ വാശി പിടിക്കുമോ? അത് UDFിനെ കുഴയ്ക്കുമോ? ഇതൊക്കെയാണ് വരുംകാല രാഷ്ട്രീയത്തെ ശ്രദ്ധേയമാക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.